അല്ല, ഞാൻ ആ വിഷയത്തെ കാണുന്നത് രാജ്യത്തിന്റെ പൊതുസ്വത്തായിട്ടുള്ള പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ളതിനപ്പുറത്ത് ഈ രാഷ്ട്രീയ വിഷയങ്ങളിലോ ഇന്ന് നടക്കുന്ന യാതൊരു വിഷയങ്ങളിലും ഒരു പങ്കുമില്ലാത്തൊരു സാധാരണപ്പെട്ട ഒരു അമ്മയെ, ഒരു സ്ത്രീയെ, ആ സ്ത്രീയെ വളരെ മോശമായി അവരുടെ സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ് എന്ന് സ്വാഭാവികമായി ജനങ്ങൾ ആലോചിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം ഇങ്ങനെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊരു ധാർഷ്ട്യത്തിന്റെ, ഒരു അഹങ്കാരത്തിന്റെ ഒരു പ്രതിധ്വനി കൂടി അവരുടെ വാക്കുകൾ ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിക്കുക, ഒരു സ്ത്രീയെ, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നുള്ള നിലയിൽ പെരുമാറിയിട്ടുള്ള ആ ആൾക്കെതിരെ, അവരുടെ പേര് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ ആൾക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. ആ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ രാജ്യത്തിന്റെ മുൻപാകെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുൻപാകെ വരേണ്ടതുണ്ട്. അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ പരാതിയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം ഇവർ ആർക്കു വേണ്ടിയിട്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തിന്റെ മുൻപാകെ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഒരു കാര്യം, ഇതൊക്കെ ചിലരുടെ സംസ്കാരത്തിന്റെ കൂടി വിഷയമാണ്. അവർ അവരുടെ അമ്മയെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അവർ മറ്റുള്ളവരുടെ അമ്മമാരെയൊക്കെ ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ശൈലി കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ളത് വളരെ ഉത്തരവാദിത്വത്തിൽ ഉള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരം വിഷയങ്ങളിൽ ഇനിയും നിയമപരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ നിലപാടെന്നുള്ള നിലയ്ക്ക് എടുത്തിരിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് ഇത്തരത്തിലൊരു അപമാനം ഉണ്ടായാൽ എത്രത്തോളം വേദനിക്കുമോ, അതേ രീതിയിലുള്ള ഒരു മകന്റെ വേദനയോട് കൂടി തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നിയമ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം സുവ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അല്ല, ക്ഷമാപണം അവർ പറഞ്ഞത് അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷെ ഒരു ക്ഷമാപണം കൊണ്ട് ഇത്രയേറെ അപമാനിക്കപ്പെട്ട ആ അമ്മയ്ക്കുണ്ടായിട്ടുള്ള അപമാനം അത് ക്ഷമാപണം കൊണ്ട് മറക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ? ഒരാൾ വന്ന് നമ്മുടെ അവരെയാണ് നമ്മളിങ്ങനെ മോശമായി പറഞ്ഞതെങ്കിൽ അവർ ക്ഷമാപണം കൊണ്ട് തൃപ്തിപ്പെടുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്തും പറഞ്ഞിട്ട് അങ്ങ് ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ അങ്ങ് വിട്ടിട്ട് പോകുമെന്ന് അവർ ധരിക്കുന്നുണ്ടെങ്കിൽ ആ പണി കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഏതാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, ആൾക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, ആര് പണം തന്നിട്ടാണോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവർ ഉദ്ധരിച്ചത്, ആ വിഷയത്തിന് നിയമപരമായി രാജ്യം അനുശാസിക്കുന്ന നിയമപരമായിട്ടുള്ള മറുപടി അത് അവർക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പുവരുത്താൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവും. അല്ല, ഞാൻ അങ്ങനെ ആദ്യമാണോ അവസാനമാണോ നോക്കിയില്ല. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് എത്തിക്കേണ്ട, നിയമപരമായി പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അത് ആദ്യമായി ഞാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യമാണോ അവസാനമാണോ എന്നുള്ളതല്ല, ഒരു മകന്റെ വൈകാരികമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ആ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായി അത് നിയമപരമായി ചെയ്യേണ്ട നിലപാടുകൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്റെ അമ്മയെ അപമാനിച്ച ഞാൻ പിന്നോട്ട് പോവോ? അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അമ്മയും. ഈ നാട്ടിലെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ അമ്മയെ അപമാനിക്കുന്നതിന് എത്രത്തോളം വേദന എനിക്കുണ്ടാവുമോ തത്തുല്യമായ വേദനയോ അതുപോലെ തന്നെ വേദന എനിക്ക് ആ വിഷയത്തിലുണ്ട്. അതുപോലെ രാജ്യത്തെ ഒരമ്മമാരെയും ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ടാവും. ഒരു പടി പോലും പിന്നോട്ട് പോകാൻ പോകുന്നില്ല.